ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയാൻ പോണത് നമ്മളുടെ ബോഡിയുടെ സൂപ്പർ ഹീറോസിനെ കുറിച്ചാണ്. ഇപ്പോൾ പുറത്തുനിന്ന് പറഞ്ഞ നമ്മളുടെ ടെററിസ്റ്റ്, അതായത് നമ്മളുടെ ബോഡിക്കുള്ള ടെററിസ്റ്റ് ആരാണ്? ഈ ബാക്ടീരിയ, വൈറസ്, ഏത് ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസം നമ്മളുടെ ബോഡിക്ക് ഹാം ചെയ്യുന്നത്, ആ ടെററിസ്റ്റിനെ നിർത്താൻ വേണ്ടിയിട്ടുള്ള സൂപ്പർ ഹീറോസ് നമ്മളുടെ ബോഡിക്കുള്ളിലേ ഉണ്ട്. ആൻഡ് നമ്മളുടെ ബോഡി ഈസ് കണ്ടിന്യൂസ്ലി ഫൈറ്റിംഗ് ദോസ് ടെററിസ്റ്റ് ടു കീപ്പ് അവർ ബോഡി സേഫ്. നമുക്ക് അസുഖങ്ങളിൽ നിന്ന് എത്ര നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റുമോ, നമ്മൾക്ക് തിരിച്ച് ആ ബാക്ടീരിയോ വൈറസോ തിരിച്ച് നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളുടെ ബോഡിക്കകത്ത് കുറേ സൂപ്പർ ഹീറോസ് ഉണ്ട്. സോ ആ സൂപ്പർ ഹീറോസിനെ കുറിച്ചാണ് ഈ സ്ലൈഡ്. ചെറിയ ലെക്ചറാണ്, ബേബി സ്റ്റെപ്പാണ്. ഫസ്റ്റ് സ്ലൈഡ് ടു ഇമ്മ്യൂണോളജിയാണ്. സോ നമുക്ക് നോക്കാം. സോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഇപ്പോൾ ഒരു രാജാവ് ഒരു കാസിൽ ഉണ്ടാക്കുന്നു. ഈ കാസിൽ രാജാവ് ഉണ്ടാക്കി. നമ്മൾ നോക്കുമ്പോൾ പുറത്തുനിന്ന് ഭയങ്കര ഭംഗിയായിരിക്കും. ബട്ട് ഇഫ് യു തിങ്ക് അതിൻ്റെ അകത്ത് കുറേ ലോജിക് ഉണ്ടായിരിക്കും, കുറേ ഐഡിയ ഉണ്ടായിരിക്കും. വാൾസൊക്കെ ഭയങ്കര ഹൈറ്റുള്ള വാൾസ് ആയിരിക്കും. അതിൻ്റെ ബ്രിക്സ് ആർക്കും പൊട്ടിക്കാൻ പറ്റാത്ത ഒരു ബ്രിക്സ് പോലത്തെ ഒരു വാൾസ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഡിസൈൻ സ്ട്രക്ചർ പുറത്തുനിന്ന് ആർക്കും ഉള്ളിലോട്ട് കയറാൻ പറ്റാത്ത ഒരു ഡിസൈൻ സ്ട്രക്ചറായിരിക്കും. അഥവാ ഒരു കള്ളൻ അകത്ത് കയറി കഴിഞ്ഞാലും നമ്മളുടെ രാജാവ് അതിൻ്റെ അകത്ത് കുറേ ട്രാപ്സ് ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. കുറേ ആർച്ചേഴ്സൊക്കെ ഒളിച്ചിരിക്കുകയായിരിക്കും, അല്ലേ? ആർച്ചേഴ്സ് ഇതാ ഈ വിൻഡോക്കകത്ത് ആർച്ചർ ഉണ്ടായിരിക്കാം, ഈ വിൻഡോക്കകത്ത് ആർച്ചർ ഉണ്ടായിരിക്കാം. കുറേ കുതിര വെച്ചിട്ട് ഇവിടെ ആർച്ചേഴ്സ് ഇതാ ഇവിടെ ഫ്രണ്ടിൽ നിൽക്കുകയായിരിക്കാം. സോ നമ്മളുടെ ബോഡിയും ഇതേ ടൈപ്പിലൊരു കാസിലാണ്. ആ കാസിലിൽ നമ്മളുടെ ഈ കാസിലിൻ്റെ വാൾസ് എന്ന് പറയുന്നത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയാണ്. നമ്മളുടെ വാൾ എന്താണ്? സ്കിന്ന്, റൈറ്റ്? സോ ഇതിനെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അതേസമയം ആ കള്ളൻ വന്നിട്ട് ഈ കാസിലിൽ ചിലപ്പോൾ ഈ വഴി കൂടെ ഉള്ളിൽ കയറിയെന്ന് വിചാരിച്ചോ, അവിടെ ഉള്ളിൻ്റെ അകത്ത് ഒരു ആർച്ചർ ഒളിച്ചിരിക്കുകയായിരിക്കും. ആൻഡ് ആ ആർച്ചർ വന്നിട്ട് കുറച്ച് സമയം എടുക്കെങ്കിലും ഹീസ് റെഡി, ഹീസ് വെൽ ട്രെയിൻഡ് ടു ആക്ട്. അപ്പം ഇവിടെ നിന്ന് കയറുന്ന സമയത്ത് കണ്ടില്ല, ബട്ട് അകത്ത് ചെന്ന ഉടനെ ദാറ്റ് ആർച്ചർ ഈസ് റെഡി ടു കിൽ ഹിം. ഒരു സ്ലൈറ്റ് ടാർഗറ്റിൽ ഹി വിൽ കിൽ ഹിം. സോ അതിനെ പറയുന്ന ആ ആർച്ചേഴ്സിനെ പറയുന്നതാണ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി. സോ ഞാൻ പറഞ്ഞ ഇൻട്രൂഡർ, ഇപ്പോൾ ഈ കള്ളൻ, അതിനെന്താ പറയുക? ആൻറ്റിജൻ. സോ ആൻറ്റിജൻ എന്ന് പറയുന്നത്, ഇപ്പോൾ രാജാവ് വന്നിട്ട് ആൻറ്റിജൻ്റെ ഒരു വാണ്ടഡ് പോസ്റ്റർ ഇവിടെ കാസിലിൻ്റെ പുറത്ത് ഒട്ടിച്ച് വയ്ക്കും. സോ ഇങ്ങനത്തെ റെഡ് സാധനങ്ങൾ കാണണമെങ്കിൽ എൻ്റെ ആർമി റെഡി ആയിരിക്കണം, അപ്പം തന്നെ അടിച്ച് കൊന്നിരിക്കണമെന്ന് പറയും. ഓക്കെ. സോ നമ്മളുടെ ആർച്ചേഴ്സും ഞാൻ പറഞ്ഞില്ലേ, ഏതാണ്ട് ഈ സ്കിന്നാണ് നമ്മളുടെ കാസിൽ. സ്കിന്നിൻ്റെ അകത്ത് ഇരിക്കുന്ന ഈ ആർച്ചേഴ്സൊക്കെയാണ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി. സോ നമ്മളുടെ സ്കിന്നിൽ നിന്ന് ഉള്ളിലോട്ട് പോയാലും നമ്മളുടെ ആർച്ചേഴ്സ് റെഡി ആയിട്ടിരിപ്പുണ്ട്, പോസ്റ്റർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. സോ നമ്മളുടെ ആർച്ചേഴ്സിന്, നമ്മളുടെ ആർമിക്ക് അറിയാൻ പറ്റും ആരാണ് കൊള്ളേണ്ടതെന്ന്. ഇപ്പം ഞാനിപ്പോൾ സിമ്പിൾ എക്സാമ്പിളിൽ പറയണമെങ്കിൽ, ഇപ്പം നമ്മളുടെ ഇന്ത്യക്കകത്ത് ഇപ്പോൾ ടെററിസ്റ്റ് കയറണമെങ്കിൽ നമുക്ക് വാട്ടറിൽ നിന്ന് കയറുകയാണെങ്കിൽ നേവി ഉണ്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, എയറിൽ നിന്ന് കയറുകയാണെങ്കിൽ എയർഫോഴ്സ് ഉണ്ട്, ലാൻഡിൽ നിന്ന് കയറുകയാണെങ്കിൽ ആർമി ഉണ്ട്. അതേസമയം ഉള്ളിൽ കയറിപ്പോയെന്ന് വിചാരിച്ചോ, നമുക്ക് ഉള്ളിൻ്റെ അകത്ത് ആരൊക്കെയുണ്ട്? ഹെൽപ്പ് ചെയ്യാൻ ഡോക്ടേഴ്സുണ്ട്, പോലീസുണ്ട്, CRPF ഉണ്ട്. അങ്ങനെ പല പല കാറ്റഗറീസിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അതേമാതിരിയാണ് നമ്മളുടെ ബോഡിക്കുള്ളിലും ഒരു ആൻറ്റിജൻ, ഈ ആൻറ്റിജൻ ബാക്ടീരിയ ആവാം, വൈറസ് ആവാം. അതിനെ നേരിടാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി നമ്മളുടെ ബോഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആൻഡ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി. സോ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ കീ പ്ലെയേഴ്സ് ആരൊക്കെയാണ്? സോ ഈ ഫസ്റ്റ് 2 കാണുന്നവരാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ഓക്കെ. സോ അതാരാണ്? ന്യൂട്രോഫിൽസ്. ഫസ്റ്റ് ഡോസ്. ഇപ്പോൾ നമ്മളിപ്പം മൂവീസൊക്കെ കാണുകയാണെന്ന് വിചാരിച്ചോ, ഇപ്പം ഏലിയൻ അറ്റാക്ക് നടന്നു, എയർഫോഴ്സ് നല്ല സൈറൺ അടിച്ചിട്ട് ഫസ്റ്റ് വരും അവർ, അല്ലേ? അവരാണ് ഫസ്റ്റ് റെസ്പോണ്ട്. എവിടെ എന്തെങ്കിലും പ്രശ്നം ആയിക്കഴിഞ്ഞാൽ ഫയർഫോഴ്സാണ് ആദ്യം വരുന്നത്. ഫയർ ട്രക്കായിട്ട് ആദ്യം സൈറൺ അടിച്ച് അവരെത്തും, റൈറ്റ്? സോ അവരെല്ലാം ഈ ആൻറ്റിജനൊക്കെ കൊന്നിട്ടെന്ന് വിചാരിച്ചോ, കൊന്നിട്ട് ഇവിടെ താഴെ മരിച്ചു കിടന്നാൽ അതിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി വരുന്നവരാണ് മാക്രോഫേജസ്. ഓക്കെ. സോ മാക്രോഫേജസ് നെക്സ്റ്റ് സൂപ്പർ ഹീറോ. ക്ലീൻ ചെയ്ത്
നമ്മളുടെ ഈ കൊന്നിട്ടയ്ക്കുന്ന ആൻറ്റിജനിലേക്ക് നമ്മുടെ ബോഡിയിൽ നിന്നൊക്കെ ക്ലീൻ ചെയ്ത് റിമൂവ് ചെയ്യുന്നതാണ് മാക്രോഫേജസ്. സോ അവരൊക്കെ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സാണ്. അവർ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്. പിന്നെ വരുന്നതാണ് കുറച്ച് ബുദ്ധിയുള്ളവന്മാർ. ആരൊക്കെയാണ്? ടി സെൽസും ബി സെൽസും. ഇവർ ഭയങ്കര പ്രിസൈസാണ്. കുറച്ച് സമയമെടുക്കും, ബട്ട് പ്രിസൈസാണ്. അതേപോലെ തന്നെ ഫർദർ ഈ ആൻറ്റിജൻസ് ഒന്നും നമ്മൾ ഈ ബാക്ടീരിയം വൈറസ് ഒന്നും നമ്മുടെ ബോഡിയിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ക്രിയേറ്റ് ചെയ്യുന്ന പോസ്റ്റർ മേക്കേഴ്സുമാണ്. ഒരു മെമ്മറിയാണ് നമ്മുടെ ബോഡിക്കകത്ത്. സോ ടി സെൽസ് ആരാണ്? സ്ട്രാറ്റജിസ്റ്റ്. നമ്മുടെ സ്ട്രാറ്റജിസ്റ്റ് ഫോർ എക്സാമ്പിൾ ഞാനിപ്പം പറയുകയാണെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ക്യാറ്റ് കമാൻഡോസ് ഇപ്പം ടെററിസ്റ്റ് ഉള്ളിൽ കയറി, ഇനി എങ്ങനെ നമ്മൾ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത് ആ ടെററിസ്റ്റിനെ വേറെ ആൾക്കാരെ ഹാം ചെയ്യാതെ കൊല്ലാൻ പറ്റും, പുറത്തിറക്കാൻ പറ്റും. അതാണ് ടി സെൽസ്. ബി സെൽസ് ആരാണ്? വെപ്പൺ മേക്കേഴ്സ്. ഇപ്പോൾ നമ്മളുടെ സയൻറ്റിസ്റ്റോ നമ്മളുടെ ഡോക്ടേഴ്സോ വാക്സിൻസ് ഉണ്ടാക്കി, ലൈക്ക് ഇനി നമുക്ക് ഈ ആൻറ്റിജൻ കൊണ്ട് നമുക്ക് ഈ അസുഖം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ബോഡി ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കണം ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾറെഡി ഇവരൊക്കെ പോസ്റ്റേഴ്സ് ഒട്ടിച്ചു കഴിഞ്ഞു. ലൈക്ക് ഇനി ഇവർ വരികയാണെങ്കിൽ നമ്മൾ അറ്റാക്ക് ചെയ്തിരിക്കണം, നമ്മൾ ഇനി വെയിറ്റ് ചെയ്യാൻ പാടില്ല, ഇവർ നമ്മളുടെ ബോഡിക്ക് ഹാംഫുള്ളാണ്, നമ്മൾ അറ്റാക്ക് ചെയ്തിരിക്കണം. സോ അവരാണ് നമ്മളുടെ ബി സെൽ വെപ്പൻസ്. സോ വെപ്പൺ മേക്കേഴ്സ്. സോ ഇവരാണ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി. ബിക്കോസ് ഇവർ കുറച്ച് സമയമെടുക്കും. ആദ്യം നമ്മളുടെ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് ഒന്നും വർക്ക് ചെയ്തില്ലെങ്കിലാണ് നമ്മളുടെ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി പ്ലാനിലോട്ട് വരാം. സോ നമ്മളുടെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ ഫസ്റ്റ് ആരാണ്? സ്കിന്ന്. ഞാൻ കാസിലിൽ കാണിച്ച മാതിരി ഇപ്പോൾ ഒരു കള്ളൻ നമ്മളുടെ സ്കിന്നിൻ്റെ ഉള്ളിൽ കയറാൻ ശ്രമിക്കണമെന്ന് വിചാരിച്ചോ, ഇയാൾ ഒരു ആൻറ്റിജനാണ്. ഓക്കെ, നമുക്കറിയാത്ത ഒരാൾ നമ്മളുടെ വീട്ടിൽ കയറുന്ന മാതിരിയാണ്. സോ നമ്മളുടെ വീട്ടിലുള്ള വാൾസ് ആദ്യം പ്രൊട്ടക്റ്റ് ചെയ്യും, ഡോറ് പ്രൊട്ടക്റ്റ് ചെയ്യും. അതേമാതിരി തന്നെ നമ്മളുടെ സ്കിന്നിൽ ഹെയർ ഉണ്ടായിരിക്കും. ആ ഹെയർ പാർട്ടിക്കിൾസോ അതേ നമ്മളുടെ സ്കിന്ന് സിക്രീറ്റ് ചെയ്യുന്ന സ്വെറ്റോ ഓയിൽസോ ആസിഡോ ഈ ആൻറ്റിജന് ഉള്ളിൽ കയറാതിരിക്കാൻ ശ്രമിക്കും. ഒന്നീ ഇവർ ട്രാപ്പ് ചെയ്യും, അല്ലെങ്കിൽ സ്വെറ്റിൽ നിന്നൊക്കെ ഇറങ്ങുന്ന ഈ നാച്ചുറൽ ഓയിൽസോ അല്ലെങ്കിൽ ആസിഡോ നമ്മുടെ സ്കിന്നിൽ നിന്ന് ഇറങ്ങുന്നത് ഈ ആൻറ്റിജനെ കൊല്ലാൻ ശ്രമിക്കും. പിന്നെ ആരാണ് നമ്മളുടെ ഫസ്റ്റായിട്ട് വരുന്നത്? നമ്മളുടെ നോസ് ആൻഡ് ലങ്സ്. എയറിൽ കൂടെ പോകുന്നത് എയർഫോഴ്സ് എന്ന് പറയാൻ പറ്റും. സോ എയറിൽ കൂടെ കയറുന്നത് ഒരു ഫിൽട്ടർ മാതിരി ആക്ട് ചെയ്യുന്നതാണ് നമ്മുടെ നോസ് ആൻഡ് ലങ്സ്. ഓക്കെ, സോ ഏതെങ്കിലും ആൻറ്റിജൻ എയർ വഴി കൂടെ കയറി, ഇപ്പോൾ പോളൻ അലർജിയോ എന്തെങ്കിലും നമ്മുടെ എയർ വഴി കൂടെ കയറിയാൽ നമ്മുടെ നോസിലുള്ള ഹെയർസ് നമ്മളുടെ ലങ്സിലുള്ള എയർ ഫിൽറ്റേഴ്സൊക്കെ ആ ആൻറ്റിജനെ നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കും. നെക്സ്റ്റ് സ്റ്റൊമക്ക്. നമ്മളുടെ സ്റ്റൊമക്കിൽ ഒരു ആസിഡുണ്ട്, അതിൻ്റെ പേര് HCl, എല്ലാവർക്കും അറിയാം അല്ലേ? സോ ആ ആസിഡ് ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചെന്ന് വിചാരിച്ചോ, അപ്പോൾ ആ ഫുഡിൽ നിന്ന് വരുന്ന ആൻറ്റിജൻ ബാക്ടീരിയ ആണോ അല്ലെങ്കിൽ വൈറസ് ആണോ എന്തെങ്കിലും ആണെങ്കിൽ ആ ഫുഡിൽ നിന്ന് വരുന്ന ആൻറ്റിജനെ നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ സ്റ്റൊമക്ക്. നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ആസിഡ് വന്നിട്ട് അതിനെ ഡിസോൾവ് ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ശ്രമിക്കും. ആൻഡ് ദേ വിൽ സ്റ്റാർട്ട് നമ്മുടെ ഫോർ എക്സാമ്പിൾ ഇവിടെ നിന്ന് നോക്ക്, ലോ pH ബേൺസ് ത്രൂ ദ ഇൻവേഡേഴ്സ്. അപ്പം നമ്മളുടെ സ്റ്റൊമക്ക് ആസിഡ് വന്ന് ലോ pH ചെയ്ത് അതിനെ കൊല്ലാൻ ശ്രമിക്കും. അങ്ങനെ ചില മെക്കാനിസം നമ്മളുടെ സ്റ്റൊമക്കും ചെയ്യും. നെക്സ്റ്റ് ഈസ് കോംപ്ലിമെൻറ്റ് സിസ്റ്റം. സോ ഞാൻ ഈ ഇമേജ് വന്നിട്ട് ChatGPT സ്പെഷ്യലി ജനറേറ്റ് ചെയ്തതിന് ടു എക്സ്പ്ലെയിൻ ബെറ്റർ what is actually complement system. സോ കോംപ്ലിമെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളുടെ സൂപ്പർ ഹീറോ, നമ്മുടെ ഏതെങ്കിലും ഇപ്പം ബാറ്റ്മാനോ ഏതെങ്കിലും സൂപ്പർ ഹീറോ മാതിരി ഒരു സൂപ്പർ ഹീറോ ആണ് കോംപ്ലിമെൻറ്റ് സിസ്റ്റം. എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പം ഇയാൾ ഒരു എക്സ്മാൻ എന്നാണ് വിചാരിച്ചോ, ഇയാളുടെ മാർക്ക് എന്ന് പറയുന്നത് അയാൾ എല്ലാ ആൻറ്റിജൻ്റെ പുറത്ത് മാർക്ക് ഇട്ട് വച്ചേക്കും. സോ ഇയാൾ വന്നിട്ട് എല്ലാ ആൻറ്റിജൻ മാർക്ക് ഇട്ട് വെച്ചിട്ട് പോലീസിൻ്റെ അടുത്ത് പറയും, ദാ നമ്മളുടെ ടൗണിലോ നമ്മളുടെ ഇന്ത്യക്കകത്തോ ഫോർ എക്സാമ്പിൾ ആൻറ്റിജൻ കയറിയിട്ടുണ്ട്, ടെററിസ്റ്റ് കയറിയിട്ടുണ്ട്, നൗ യു ഹാവ് ടു ആക്ട്. ഇതിൻ്റെ അകത്ത് ഇന്ന് ടെററിസ്റ്റ് ആരെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവരുടെ പുറത്ത് എൻ്റെ മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. സോ പോലീസുകാരന്മാർക്ക് ഇനി ഈസിയായി ആരെ കൊല്ലണമെന്ന്. സോ അവൻ എല്ലാവരെയും കാണിച്ചു കൊടുക്കും, ദാ ടോർച്ച് വെച്ച് കാണിക്കുന്നത് ഇവിടെ കൊല്ലണം, ഇയാളെ കൊല്ലണം, അല്ലെങ്കിൽ മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം സപ്പോസ് ടോർച്ച് അടിച്ച് കാണിക്കാൻ പറ്റില്ലെങ്കിലും അയാൾ മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്, ദാ ഇയാളെ കൊല്ലണം. സോ ഇയാൾ വന്നിട്ട് മാർക്കിട്ട ആൾക്കാരെ കൊല്ലും, ഇയാൾ വന്നിട്ട് ടോർച്ച് അടിച്ച് കാണിക്കുന്ന ആൾക്കാരെ കൊല്ലും. സോ നമ്മളുടെ ഇമ്മ്യൂൺ സെൽസിനെ നമ്മളുടെ പോലീസിനൊക്കെ അലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്
പ്ലസ് മാർക്കിട്ട് വെച്ചിരിക്കുന്നതാണ് ഒരു കോംപ്ലിമെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ സമ്മറി എന്താണ്? സോ നമ്മളുടെ ബോഡിയിലുള്ള എല്ലാവരും സൂപ്പർ ഹീറോസും നിങ്ങൾ കണ്ടിന്യൂസ്ലി ഈ ആൻറ്റിജനെ പുറത്ത് നമ്മളുടെ ബോഡിക്ക് ഒരു ഹാമും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നവർ സൂപ്പർ ഹീറോസാണ്. നമ്മളുടെ ബോഡിക്കകത്തുള്ള ഇമ്മ്യൂൺ സെൽസ്, നമ്മളുടെ ബോഡിക്ക് പുറത്തുള്ള ബാരിയേഴ്സും എല്ലാം നമ്മൾ കണ്ടിന്യൂസ്ലി ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സോ നമ്മൾ ഇനിയും ഡെപ്തിലോട്ട് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റീനെ കുറിച്ച് പോവാം. നമ്മൾ ഇനിയും ബി സെൽസും ടി സെൽസും എങ്ങനെയാണ് ചെയ്യുന്നത്, ന്യൂട്രോഫിൽസ് എങ്ങനെയാണ് ചെയ്യുന്നത്, മാക്രോഫേജസ് എങ്ങനെയാണ് ചെയ്യുന്നത്, എല്ലാത്തിനെയും ഡീപ്പ് ലോട്ട് പോവാം ഇൻ മൈ നെക്സ്റ്റ് സ്ലൈഡ്. താങ്ക് യു.